അതെ, നിങ്ങളുടെ മോൻ കാലം തൊട്ട് വിഷമിച്ചിരിക്കുന്നതാ. വിഷമോ? അവനോ? അത് വല്ല പ്രാങ്കോ ആയിരിക്കും. ഏയ്, എന്തോ റിസൾട്ട് എങ്ങാണ്ടോ വന്നോ തോന്നുന്നു. സെൻട്രൽ ബോർഡിനൊക്കെ വിളിച്ച് ചൂടാവുന്നത് കേട്ടു. സെൻട്രൽ ബോർഡോ? ആ, പരീക്ഷയൊക്കെ നടത്തില്ലേ അവര്. ഇവൻ തോറ്റിട്ട് അവരെ വിളിച്ച് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അങ്ങനല്ലെന്നേ, അവൻ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചതി ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നേ. നിങ്ങളൊന്ന് ചെന്ന് അവനെ സമാധാനിപ്പിക്കേ. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഈ ചതി വേണ്ടിയിരുന്നില്ല. ആ, ഇനിയിപ്പോൾ അത് ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോൾ അടുത്ത തവണ നോക്കാം. ഇതിലും നന്നായി ശ്രമിച്ചാൽ മതി. ഇതിലും നന്നായി ഞാൻ എങ്ങനെ ശ്രമിക്കാനാച്ചാ? ഒരു പോളെ കണ്ണടക്കാതെ ഉറക്കൊളച്ചിരുന്ന ഞാൻ മെനക്കെട്ടത്. പോട്ടെ, വിഷമിക്കാതെ. നീ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. അത്രല്ലേ ഉള്ളൂ. കിട്ടായികൊന്നുമില്ല. കിട്ടിയോ? പിന്നെന്താ പ്രശ്നം? ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ നല്ല നടു സീറ്റ് തന്നെ നോക്കി ബുക്ക് ചെയ്തു. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം വിഫലമായില്ലേ? പ്രധാന സീനുകളെല്ലാം സെൻസർ ബോർഡ് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പോ ഒരു മര്യാദയൊക്കെ വേണ്ടേ? സീനോ? എന്ത് സീന്? എവിടുത്തെ സീന്? എന്തിന് സീന്? ഒരു തലവർ ഋഷികനായ ഞാൻ FDFS കൂലിക്ക് ടിക്കറ്റ് എടുക്കാതെ വാർട്ടോൺ എടുത്തു. ബട്ട് വൈ? ബിക്കോസ് ഓഫ് ഓൺലി ദ കിയാര ചേച്ചി. കിയാര ചേച്ചിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ആ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നതിന് വേണ്ടി. എന്നിട്ട് ഇപ്പൊ കിയാര ചേച്ചിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റിയത് പോലും. സീൻസ് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്തിട്ടപ്പോ ചൈനയിൽ നിന്ന് വാങ്ങിയ മിസൈൽ പോലെ പൊട്ടിയതുമില്ല, ചീറ്റും ചെയ്തു. വല്ലാത്ത ചീറ്റായി പോയി. അവന്റെ അമ്മുമ്മയുടെ വാറ്. അമ്മൂമ്മയുടെ അല്ല, ഹൃത്തിക് റോഷന്റെയും NTRന്റെയും ചാട്ടവാറിനിട്ട് അടിക്കും ഞാൻ. അല്ലേ, ചെക്കൻ പരീക്ഷയിൽ പൊട്ടിയതിന്റെ വിഷമത്തിൽ കരഞ്ഞ് സീനായിരിക്കാന്ന് കരുതിയപ്പോ സീന് കട്ട് ചെയ്തതിന്റെ വിഷമത്തിൽ മെഴുകിയിരിക്കുക. മര കഴുത. അതല്ല അച്ഛാ, ചുമ്മാ ടിക്കറ്റ് കാശ് പോയല്ലോ എന്ന് ഓർത്തപ്പോ ഒരു വിഷമം. അവന്റെ ടിക്കറ്റ്, ആ ടിക്കറ്റ് റിട്ടേൺ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, നോക്കി നോക്ക്. എന്തായാലും എനിക്കും പറഞ്ഞ ഡെഡി യൂട്യൂബ്